തിരഞ്ഞെടുപ്പ് ജോലികൾ നിർവഹിക്കുന്നതിന് പ്രിസൈഡിംഗ് ഓഫീസറോടൊപ്പം പോളിംഗ് സ്റ്റേഷനിൽ നിയമിക്കപ്പെടുന്നവരാണ് പോളിംഗ് ഓഫീസർമാർ. വ്യത്യസ്ത തരം ചുമതലകളാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ളത്. പോളിംഗ് സ്റ്റേഷനിലെത്തുന്ന സമ്മതിദായകനെ തിരിച്ചറിയുക എന്നതാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ പ്രധാനപ്പെട്ട ചുമതല. വോട്ടർ പട്ടികയുടെ മാർക്കഡ് കോപ്പിയുടെ ചുമതലക്കാരനും ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ്. പോളിംഗ് സ്റ്റേഷനിലെത്തുന്ന വോട്ടർ ആദ്യം സമീപിക്കുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറെയാണ്. ഈ രീതിയിലാണ് പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഓഫീസർമാരുടെ ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കേണ്ടത്. വോട്ടറുടെ കൈവശമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും തിരിച്ചറിയൽ രേഖകളിലൊന്ന് പരിശോധിച്ച് വോട്ടറെ തിരിച്ചറിഞ്ഞ ശേഷം വോട്ടർ പട്ടികയിലെ ക്രമനമ്പരും സമ്മതിദായകന്റെ വിവരങ്ങളും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറക്കെ പറയേണ്ടതാണ്. അതിനുശേഷം തൻ്റെ കൈവശമുള്ള മാർക്കഡ് കോപ്പിയിലെ സമ്മതിദായകന്റെ വിവരങ്ങളടങ്ങിയ ബോക്സിൽ ഡയഗണലായി ചുവന്ന മഷിയിൽ വരയ്ക്കേണ്ടതും സ്ത്രീ വോട്ടർമാരുടെ ക്രമനമ്പറിൽ വൃത്തം വരയ്ക്കേണ്ടതും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ നക്ഷത്ര ചിഹ്നം അടയാളപ്പെടുത്തേണ്ടതുമാണ്. വോട്ട് രേഖപ്പെടുത്തിയ സ്ത്രീ പുരുഷന്മാരുടെ കണക്കെടുപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടി വരുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി മനസ്സിലാക്കിയിരിക്കണം. പോളിംഗ് സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോൾ ചെയ്ത വോട്ടുകൾ സമയാസമയങ്ങളിൽ പരിശോധിക്കേണ്ടതും വോട്ടിംഗ് സീരിയൽ നമ്പറും പോൾ ചെയ്ത വോട്ടും ഒന്നാണെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതുമാണ്. ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ മറ്റു പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. വോട്ടർമാർ മൊബൈൽ ഫോൺ ബൂത്തിനുള്ളിൽ കൊണ്ടുവരാൻ അനുവദിക്കുകയും അരുത്. ASD ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ വോട്ട് ചെയ്യാനെത്തിയാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടതാണ്. വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് വേണ്ട നിർദ്ദേശം ഡമ്മി ബാലറ്റ് മുഖാന്തരം പ്രിസൈഡിംഗ് ഓഫീസർ നൽകേണ്ടതാണ്. കാഴ്ച പരിമിതിയുള്ളവരും ഭിന്നശേഷിയുള്ളവരും വോട്ട് ചെയ്യാനെത്തിയാൽ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടതാണ്. റൂൾ 49N പ്രകാരം കാഴ്ച പരിമിതർക്കും ഭിന്നശേഷിക്കാർക്കും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയെ കമ്പാനിയനായി വോട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. കമ്പാനിയൻ അനക്ഷർ 18 ഒരു സത്യപ്രസ്താവന നൽകേണ്ടതും ആയത് ഫോം 14A രേഖപ്പെടുത്തേണ്ടതുമാണ്. അതോടൊപ്പം കമ്പാനിയന്റെ വലത്തെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടേണ്ടതാണ്. ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ തയ്യാറാകാതിരുന്നാൽ റൂൾ 49O പ്രകാരം ഫോം 17A അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ റിമാർക്സ് കോളത്തിൽ ഇലക്ടർ ഡിസൈഡഡ് നോട്ട് ടു വോട്ട് എന്ന് രേഖപ്പെടുത്തി ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം റിമാർക്സിന് താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്ത സീരിയൽ നമ്പർ രേഖപ്പെടുത്തി വോട്ടിംഗ് തുടരാവുന്നതാണ്. ടെൻഡേഡ് വോട്ടിംഗിന്റെ കാര്യത്തിൽ ടെൻഡർ ബാലറ്റ് പേപ്പർ എന്ന് ബാലറ്റ് പേപ്പറിന്റെ പിൻവശത്ത് രേഖപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്താൻ അനുവദിക്കാവുന്നതാണ്. ഫോം 17B വോട്ടറുടെ ഒപ്പ് രേഖപ്പെടുത്താൻ പ്രിസൈഡിംഗ് ഓഫീസർ പ്രത്യേകം ശ്രദ്ധിക്കും.